മനസ്സുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഷിക്കാഗോയിൽ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ടോണിയുടെ വൈഫ് ചിൻറ്റുവാണ്. താനും ഷിക്കാഗോയിലെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് തന്നെ ഇവിടെ ലഭിച്ചത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുകയാണ്. ഇനി തൻ്റെ അനുഭവം തൻ്റെ നാവിൽ തന്നെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ IPC ജയോത്സവം ചർച്ചിലെ മെമ്പറായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് പപ്പയും മമ്മിയും രണ്ട് അനിയന്മാരും ഉണ്ട്. ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ഞാനും എൻ്റെ ഇളയ അനിയനും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു ജീവിതമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയൻ 92 ജനിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞു അവന് ജന്മനാ കേൾവിയില്ലാത്തവനാണെന്ന് മനസ്സിലായി. ഞങ്ങൾ പല രീതിയിൽ എൻ്റെ അമ്മ അന്വേഷിച്ചു, ഇവനെ ഇങ്ങനത്തെ രീതിയിലൊന്ന് കേൾവിയിൽ ഒരു നോർമൽ കുട്ടിയായിട്ട് കൊണ്ടുവരാമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു 95% കേൾവിക്കുറവുണ്ടെന്ന്, അത് ഞരമ്പിനെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. ഇനി ദൈവത്തിനല്ലാതെ വേറെ ഒരു വഴിയിലൂടെ നമുക്കവനെ കൊണ്ടുവരാൻ ഒക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പള്ളി പ്രാർത്ഥനയിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വേറിട്ട പ്രാർത്ഥനകളിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. ആ സമയത്താണ് എനിക്ക് +2 കഴിഞ്ഞ് ഏത് കോഴ്സിന് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇവനിങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് തന്നെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സ്പീച്ച് തെറാപ്പിസ്റ്റായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ കോഴ്സിന് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് BSc കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പിന് ഞാൻ ബാംഗ്ലൂർ പോയി. ആ സമയത്ത് എൻ്റെ കൂടെ ബ്രദർ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളിലൂടെ ഈ വേറിട്ട ആരാധനയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും രക്ഷിക്കപ്പെടലിനെ കുറിച്ചും കൂടുതൽ അറിഞ്ഞു. അവൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ പോയി. അപ്പം ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ആ സമയങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് കൂടുതൽ പഠിക്കാനില്ല. അപ്പം ബൈബിൾ കൂടുതലായിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായി പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ വെച്ചിട്ടല്ല നമ്മുടെ ചർച്ചിൽ പള്ളികളിൽ ഓർത്തഡോക്സ് പള്ളികളിലും മറ്റ് പള്ളികളിലും നടക്കുന്ന അങ്ങനെയല്ല എന്ന് മനസ്സിലായി. അത് ബോധ്യമായി. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇവളുടെ ചർച്ചിലും പോയപ്പോൾ ഇതാണ് ശരിയായ രീതി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ പാസ്റ്ററിനോട് എനിക്ക് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. പാസ്റ്റർ അതിൻ്റെ വചനങ്ങൾ പറഞ്ഞു തന്നു എന്നെ. അപ്പോൾ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ മമ്മിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു, എനിക്ക് ഇവിടെ വെച്ച് തന്നെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ മോളെ, നമ്മളൊന്നുമേ ചെയ്യണ്ടല്ലോ. യേശു കർത്താവ് എല്ലാം ചെയ്ത് തീർത്തതുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാഗം ഏറ്റു പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. അതെ. അപ്പോൾ മമ്മി പറഞ്ഞു നീ തിരുവനന്തപുരത്ത് വന്നിട്ട് സ്നാനപ്പെടാൻ, നമ്മൾ ഒരു ആരാധനയ്ക്ക് പോകുന്നുണ്ടല്ലോ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ സ്നാനപ്പെടണമെന്ന് തീരുമാനിച്ചു. വീട്ടിൽ മമ്മിയോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പിന്നെ ആങ്ങളമാരോടും പറഞ്ഞു. അപ്പോൾ ഞാൻ സ്നാനപ്പെടുന്നു കേട്ടപ്പം ഇവരും സ്നാനപ്പെടണം അതിൻ്റെ കൂടെ എന്നുള്ള ഇതിൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ചങ്ങ് സ്നാനപ്പെട്ടു. അപ്പോഴും പപ്പ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പപ്പ തൃശ്ശൂർ KSCBയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പപ്പ തിരിച്ചു വന്നപ്പോൾ പപ്പയ്ക്ക് അത് ദേഷ്യവും വിഷമവും ഒക്കെ ആയി. അങ്ങനെ ഇതിൽ പോയപ്പോൾ മമ്മി ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു. പപ്പയ്ക്കൊരു സമയത്ത് മാറ്റം വന്ന് പപ്പ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ സ്നാനപ്പെടാമെന്ന് കരുതി. മമ്മി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ജീവിതമായിരുന്നു ആ സമയങ്ങളിലൊക്കെ എനിക്ക്. പക്ഷേ വിശ്വസിച്ച് സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അനേകമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിൽ അഗ്നിയിൽ കൂടി നടത്തുക എന്നുള്ള ആ രീതിയിൽ എനിക്കത് അനുഭവപ്പെടേണ്ടി വന്നു ഒരുപാട് അവസ്ഥകൾ. ഇപ്പോൾ നെഞ്ചിൽ തീ എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ അത് നല്ലോണം അനുഭവിച്ചു. അതിലും ആ സമയങ്ങളിലെല്ലാം ദൈവം വളരെ വചനങ്ങളിൽ കൂടെ എന്നോട് ബലപ്പെട്ട് മുന്നോട്ട് പോകാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയും അതിലെല്ലാവരും ശ്രേഷ്ഠയാകുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. ആ വചനങ്ങളിലൊക്കെ ഞാൻ മുറിക്കകത്ത് കണ്ണടച്ചിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. മമ്മിയോട് പോലും തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി എഴുതിയതുപോലെയാണ് ആ വചനങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതാണല്ലോ നമുക്ക് ഏറ്റവും വലുതല്ലേ. അതെ, തീയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥകളിൽ നമ്മൾ എത്തിച്ചേരും. എന്നാലും അവിടെയൊക്കെ ഒരു ദൈവ പൈതലിനും അല്ലാത്തവർക്ക് നമ്മൾ വ്യത്യാസമാണ്. അവരും തീയിൽ കൂടെ കടന്നു പോകും, നമ്മളും തീയിൽ കൂടെ കടന്നു പോകും ഈ ലോകത്തിലായിരിക്കുമ്പോൾ. എന്നാൽ വി ഹാവ് സംബഡി ടു റിലേ അപ്പോൺ അല്ലേ. ആ സമയത്ത് ആ കർത്താവ് നമ്മളെ ഏറ്റവും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുക. നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അല്ലേ. മമ്മിയോട് പോലും പറയാൻ വയ്യാത്ത സാഹചര്യത്തിൽ കർത്താവിനല്ലേ അത് അറിയത്തുള്ളൂ. പറഞ്ഞ
പിന്നെ ഒരു വചനം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്നറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് പിടിച്ച് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ ആ സമയങ്ങളിൽ മോക്ക് പ്രതീക്ഷിക്കുക ഒരു വകയുമില്ല, ഒരു വകയും ഇല്ലായിരുന്നു എനിക്ക് വരുമെന്ന്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടെ ഒക്കെ പോയാലും ശുഭഭാവി ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു സന്ദർഭത്തിൽ ഞാൻ കർത്താവെ ഇനി എനിക്ക് എന്ത് സംസാരിക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നു. ഒരു പ്രത്യേക ഒരാളോട് എനിക്ക് സംസാരിക്കണം. അപ്പം എന്ത് സംസാരിക്കണം കർത്താവെ, എന്നെ നീ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഈ സൈഡിൽ വന്ന് എന്നോട് ഇരുന്ന് ഒരു പഞ്ഞി കൊണ്ടുള്ള ഒരു പുതപ്പ് പൊളിച്ച് ഇങ്ങനെ മൂടി, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, പിന്നെ നീ നോക്കൂ, ഞാൻ മാത്രമല്ല, നിനക്ക് ഇത്രയും ഭടന്മാരെ പോലെ ഒരുപാട് പേര് നിനക്ക് വേണ്ടിയിട്ടുണ്ടെന്ന് നല്ല വെണ്മയേറുന്ന ഒരുപാട് പേരെ എനിക്ക് കാണിച്ചു തന്നു. ഭയങ്കര വെണ്മ, അത് പഞ്ഞിയേക്കാളും ഭയങ്കര, പഞ്ഞിയുടെ പുതപ്പിടുമ്പോഴേ എനിക്കങ്ങ് എന്തോ സുഖം വരുമായിരുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ദൈവം അങ്ങനെ എന്നെ ദൂതന്മാര് അല്ലേ എത്രയോ പേര്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് നമ്മൾ ഗ്രഹിക്കുന്നില്ല, ആ ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പം ഉള്ളത്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മളെല്ലാം വേദനകൾ കൂടെയും കഷ്ടങ്ങൾ കൂടെയും ഈ ലോക ജനത തന്നെ, ഈ ലോകത്തിലാണെങ്കിൽ എല്ലാവർക്കും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ചിൻറ്റു എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവളുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ അവൾ കടന്നു പോകുമായിരുന്നു. അവൾ പറഞ്ഞല്ലോ, നെഞ്ചിനകത്ത് തീയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവം. ആ അവസ്ഥയിൽ ഒരു ദൈവവൈദ്യനും അല്ലാത്തതും നമ്മൾ വ്യത്യാസമാണ്. യേശു അവിടെ കടന്നു വരും. ഞാൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന് പറഞ്ഞ് കർത്താവ് ചുമ്മാ പറഞ്ഞു വിടുകയല്ല, അത് ബൈബിൾ ചുമ്മാ എഴുതി വെച്ചിരിക്കുകയല്ല. ഞാൻ ഏറ്റവും അടുത്ത തുണ. അതാണ് ആ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് അവളെ കവർ ചെയ്തു. ആ ദൈവ സാന്നിധ്യത്തിലുള്ള സമാധാനം, അതിലുള്ള സന്തോഷം കർത്താവ് തന്നെ നേരിട്ട് അവിടെ ഇറങ്ങി വരിക ചെയ്യുന്നത്. ബൈബിൾ നമ്മൾ പല അവസരങ്ങളിൽ വായിക്കുന്നുണ്ട്. തീച്ചൂളയിൽ കൂടെ ആ 3 ബാലന്മാർ ശദ്രേക്ക് മേശക്ക് അബേദ്നെഗോ 3 പേരും ആയിരുന്നു തീക്കകത്ത്, എന്നാൽ ഒരു 4-മൻ അവിടെ ഇറങ്ങി വന്നു. ഒരു ദൈവമതിൽ തീയിൽ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ അവൻ നമ്മളെ തന്നെ വിടുന്ന കർത്താവല്ല, അവിടെ അവൻ ഇറങ്ങി വരുന്നവനാ. അതുമാത്രമല്ല, അനേക ദൂതന്മാർ ചുറ്റുമുള്ളത്. നമ്മളത് ഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങളെ ശ്രമിക്കുന്ന അനേക ദൈവജനം കാണാം. നിങ്ങൾ ഇതുപോലുള്ള കഷ്ടങ്ങൾ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. അയ്യോ, ഐ എം അലോൺ, എനിക്ക് ആരുമില്ല എൻ്റെ ഈ വേദന കാണാൻ, എൻ്റെ ഈ കഷ്ടം കാണാൻ എന്ന് ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ തന്നെയല്ല കേട്ടോ. ചിൻറ്റുവിൻ്റെ അടുത്ത് വന്ന് യേശു നിങ്ങളുടെ അടുത്തുണ്ട്. യേശു മാത്രമല്ല, യേശു വരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. 100 1000 ദൂതന്മാരവിടെ ഉണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, എലിയാവ് കുന്നിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ബാല്യക്കാരൻ വന്ന് പറയുകയാണ്, തീർന്നു നിൻ്റെ എല്ലാ പർവ്വതത്തിന്മേൽ. എലിയാവിനോട് പറയുന്നത്, ഇതാ രാജാവിൻ്റെ സൈന്യം മുഴുവനും ഇവിടെ മൂടിയിരിക്കുന്നു. അപ്പം താൻ ദൈവദാസൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടത് ആ സൈന്യത്തെക്കാൾ 10 മടങ്ങ് സൈന്യം, സ്വർഗീയ സൈന്യം, ദൂതന്മാർ വലിയ കുതിരപ്പടകളിൽ അവിടെ വന്നിരിക്കുക. പലപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഭയന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ വളരെ വേദനിച്ച്, അയ്യോ എൻ്റെ ഭാവി എന്തായിത്തീരും, ഞാൻ എങ്ങനെ ഇത് ഫേസ് ചെയ്യും എന്നോർത്ത് നിങ്ങൾ ഭയന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, യു ആർ നോട്ട് അലോൺ, സംബഡി ഈസ് വിത്ത് യു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ, ആ വലിയവനായ കർത്താവാണ് നിങ്ങളോടുകൂടെ ഉള്ളത്. നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നാൽ മാത്രം മതി. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ എൻ്റെ അകത്തെ കണ്ണൊന്ന് തുറക്കണമേ. ഈ പുറത്തെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് പലതും അസാധ്യമായിട്ട് തോന്നുന്നത്. ഇറ്റ്സ് ഇമ്പോസിബിൾ, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിവില്ല, എൻ്റെ സ്വന്തം ശക്തിയിൽ എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല. നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ നിങ്ങൾക്ക് നിർവാഹമില്ല, ബട്ട് ഹീ ക്യാൻ ഡു ഇറ്റ് ഫോർ യു. നിങ്ങളെ ശക്തനാക്കുന്ന മുഖാന്തരം യു ക്യാൻ ഫേസ് ഇറ്റ്, യു ക്യാൻ ഓവർകം ഇറ്റ്, യു ക്യാൻ ഗെറ്റ് എ ഗ്രേറ്റ് വിക്ടറി ഇൻ ദിസ് സിറ്റുവേഷൻ. പറഞ്ഞാൽ പോലെ അങ്ങനെ എൻ്റെ ഈ ശോധനകളിൽ കൂടെ ഞാൻ പോകുന്ന സമയത്താണ് അത് പപ്പയെ വളരെയധികം അത് സ്വാധീനിച്ചു. പപ്പ പിന്നെ വിശ്വാസത്തിലേക്ക് വരുവാനും സ്നാനപ്പെടുവാനും ഇടയായി. അതും ദൈവം നന്മയ്ക്കാക്കി അല്ലേ? അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ, എല്ലാവരുടെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്ന, പെണ്ണ് കാണാൻ വരുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്ന അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവമേ, നീ ഉദ്ദേശിച്ച ആ വിശ്വാസിയായ ജീവിത പങ്കാളിയെ തന്നെ എനിക്ക് കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് കാണിച്ചു തന്നു. പിന്നീട് ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നതും അദ്ദേഹം തന്നെയായിരുന്നു. മനസ്സിലായി ഇത് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കല്യാണം നടന്നു. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 2011 ഇല്ല ഞാൻ 2011 എനിക്ക് പോകാൻ പറ്റിയത്. 2011 ഒക്ടോബറിൽ ഞാൻ ചിക്കാഗോയിലെത്തിയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു, ആരോഗ്യവതിയായിരുന്നു ഞാൻ. എന്നാൽ 2012 ഫെബ്രുവരി മുതൽ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ അസുഖം തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറയും അമേരിക്കൻ കാലാവസ്ഥയിലേക്ക് ഇന്ത്യൻ കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടായ ഹോർമോണൽ ചേഞ്ചാണ്, പിന്നെ ചെറിയൊരു ഇൻഫെക്ഷനേ കാണുന്നുള്ളൂ, അതിനൊരു ആൻറ്റിബയോട്ടിക് തരാം, അത് കഴിച്ചു, പിന്നെ ഫുഡിൽ ഒക്കെ കൺട്രോൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കരുതി ഞങ്ങൾ 2-3 മാസം അങ്ങനെയൊക്കെ പോയിട്ട് ഒരു വ്യത്യാസം കണ്ടില്ല. പിന്നെ എൻ്റെ മമ്മിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത് നിൽക്കുന്നില്ല. അപ്പം മമ്മിയും ചർച്ചിലുള്ള എല്ലാ വിശ്വാസികളോടും സ്ത്രീകളോടും എല്ലാവരോടും പറഞ്ഞു, പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ കരുതി ഇനി പുതിയൊരു ഡോക്ടറിനെ പോയി കാണാം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം. അങ്ങനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ കണ്ട ഉടനെ തന്നെ പറഞ്ഞു വെളിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു, നിങ്ങൾ യൂട്രസ് ബൾജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി, നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. അതിൻ്റെ കൂടെ അവർ ബ്ലഡിൻ്റെ ടെസ്റ്റ് ഇവരെടുത്തു. എൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് ഒക്ടോബർ 22 വന്നു. ഡോക്ടർ വിളിച്ച് പറയുക, അവിടെയൊക്കെ ആണെങ്കിൽ നേരെ പേഷ്യൻറ്റിനോടാണ് പറയുന്നത്. അപ്പോൾ എന്നെയാണ് വിളിച്ച് പറയുന്നത്, ടിൻറ്റുവിൻ്റെ 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ട്, ഒരെണ്ണത്തിന് 10 സെൻറ്റിമീറ്ററും ഒരെണ്ണത്തിന് 7 സെൻറ്റിമീറ്ററും വലിപ്പമുണ്ട്, എത്രയും വേഗം നീക്കം ചെയ്യണം. പിന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ജസ്റ്റ് വാട്ടർ അല്ല, ക്യാൻസർ കമ്പോണൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഒട്ടും ഇനി താമസിക്കരുത്, എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് വളരെ ഭാരത്തിലായി. ക്യാൻസർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആരായാലും വളരെ പെട്ടെന്ന് തകർന്നു പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു സൺഡേയിലാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. മൺഡേ രാവിലെ ആയപ്പോഴത്തേക്കിനും എനിക്ക് അടിവയറ്റിൽ നിന്ന് ഭയങ്കര ശക്തമായൊരു വേദന വന്നു. ആ വേദന മേളിലോട്ട് ഇങ്ങനെ കയറി ഷോൾഡർ വരെ വന്ന് എന്തോ പിടിച്ച് വലിക്കുന്ന മാതിരി, എന്തോ പുറത്തിരുന്ന് വലിക്കുന്ന പോലെ എന്തോ ഒരു അവസ്ഥയായിരുന്നു. അതൊരു 10 മിനിറ്റോളം ആ വേദന ഇങ്ങനെ പിടിച്ചു നിന്ന്. അപ്പം ഞാൻ കുനിഞ്ഞ് കിടന്ന് മലർന്ന് എന്തോ ചെയ്യണ്ടേ, ഇരിക്കണോ കിടക്കണോ എന്ത് വേണോ അറിയാം, ഞാൻ ഉറക്കെ കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത്. അത് എൻ്റെ ഈ പൊളച്ചിലുണ്ടപ്പോൾ അച്ചാച്ചനൂടെ വിഷമമായി. അച്ചാച്ചനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ചാച്ചനും കരഞ്ഞു, അത്ര വിഷമത്തിലായിപ്പോയി. ആ ഒരു വേദന കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ എൻ്റെ വയറങ്ങ് ഭയങ്കരമായിട്ട് വീർത്തു. രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചത് മുഴുവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് പിന്നെ തുപ്പൽ മാത്രം, വെള്ളം മാത്രം ഇങ്ങനെ പോകും, പക്ഷെ ഛർദ്ദിലായിട്ട് ഇങ്ങനെ വരിക. പിന്നെ ആമാശയത്തിന് ഭയങ്കര വേദന. ആമാശയം എവിടെയാണെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ലായിരിക്കും, പക്ഷേ ഈ വേദന, ഈ ഛർദ്ദിൽ കാരണം അതിനും എന്തോ കുഴപ്പം പറ്റിയിട്ട് അതും എനിക്ക് വേദന അറിയാനുണ്ട്, ഉള്ളിൽ ആ വേദന അനുഭവിക്കാൻ പറ്റി. പിന്നെ ഈ വയറങ്ങ് ഭയങ്കരമായിട്ട് വീർക്കുക, എനിക്ക് നടക്കാൻ മേലാതാകുക. ഇവിടെയുള്ള മസിലുണ്ട്, ഒരു ശ്വാസകോശം നമ്മൾ എടുക്കുമ്പോഴൊരു മസിലുണ്ട്, ആ മസിലും താഴെ അടിവയറ്റിലും ഒക്കെ ആയിട്ട് അങ്ങ് മസിൽ മുഴുവൻ വലിഞ്ഞ് വേദന എടുക്കുക. ഓരോ തവണ ഞാൻ ശ്വാസം എടുക്കുമ്പോഴും വെളിയിലേക്ക് പോകുമ്പോഴും ഈ മസിലുകളെല്ലാം വലിഞ്ഞങ്ങ് വേദന എടുക്കുക. അച്ചച്ച എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്നെ കട്ടിലേ കൊണ്ടുപോയി കിടത്തി ഇങ്ങനെ മലന്ന് കിടക്കുമ്പോഴും ഓരോ തവണ ഞാൻ ശ്വാസം എടുക്കുമ്പോഴും ഈ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ശ്വാസം എടുക്കുകയും കളയുകയും ചെയ്യുന്നത്. ഇപ്പം അപ്പോഴും ഉള്ളിലൊരു വചനം വന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്ര എന്നുള്ള വചനം. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇപ്പം ആ ശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ആ ശ്വാസത്തിൽ മാത്രം നിൽക്കുന്നത്. എന്നിട്ട് ഒന്ന് തിരിയണമെങ്കിൽ അച്ഛൻ്റെ ഹെൽപ്പ് വേണം എനിക്ക്, ഒന്ന് എഴുന്നേക്കാനും മേലാതെ അങ്ങനെ കിടക്കും. അപ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ഒരു സ്റ്റേജിലായി ഇപ്പോൾ കിടക്കും, എവിടെ അനങ്ങാൻ മേലാതിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറിക്ക് കൊണ്ടുവരാനാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അത് കൂടുതൽ വിഷമമായി. ഇപ്പോൾ ഇത് തിങ്കളാഴ്ച രാവിലെ എനിക്ക് പ്രശ്നം വരുന്നത്, ഞാൻ പിന്നെ അവിടെ കിടക്കുക. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പറഞ്ഞു ഇനി വീട്ടിൽ വിളിച്ച് പറയാം, ഇങ്ങനൊരു അസുഖം കൂടെ ആണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ മേലെങ്കിലും സന്ധ്യ ആയപ്പോഴും ഞാൻ വിളിച്ചു. സന്ധ്യ അവിടെ തിങ്കളാഴ്ച വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇവിടെ ചൊവ്വാഴ്ച രാവിലെ. അപ്പോൾ വീട്ടിലെ ലേഡീസ് മീറ്റിംഗ് നടത്തുന്നതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു. അപ്പം ഞാൻ മമ്മിയെ ഇങ്ങനെ വിളിച്ച് പറയും, മമ്മി എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷേ എനിക്കതിലത്ര ഇതില്ല, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതിൽ ഇതില്ലാന്ന് പറഞ്ഞു. പിന്നെ മമ്മി അത് കേട്ട ഉടനെ മമ്മി ഉറച്ച് വിശ്വസിച്ച് കുറേ വചനങ്ങൾ എനിക്ക് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് നല്ല ധൈര്യമായി. ഇത് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലായി. കാരണം ഇതിനു മുമ്പുണ്ടായ ആ ജീവിതത്തിലെ ശോധനകൾ അത് ദൈവത്തിൻ്റെ അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കൂടിയതാണെങ്കിൽ കൂടി ദൈവം അറിയാതെ നടക്കുന്നതല്ല, ഇതിലെന്തോ ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിനെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ കിടക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിൻ്റെ ഉദ്ദേശം നീ എന്നെ ഈ ഭൂമിയിൽ നിലനിർത്താനാണെങ്കിൽ, ഒരു സാക്ഷിയെ നിലനിർത്താനാണെങ്കിൽ
അതിനുവേണ്ടി നീ എന്നെ ഒരുക്കണം. അഥവാ നീ എന്നെ തിരിച്ച് വിളിക്കാനാണെങ്കിൽ അതിനുവേണ്ടി നീ എന്നെ ഒരുക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചെറിയ തെറ്റുകളാണ്, ചെറുതാണെന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ, എല്ലാം തെറ്റുകൾ തന്നെയാണ്, പാവങ്ങൾ തന്നെ. അപ്പോൾ തെറ്റുകളെല്ലാം ഞാൻ പറയാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ഇങ്ങനെ ചിന്തിച്ചത്, അങ്ങനെ പറഞ്ഞതും ദേഷ്യപ്പെട്ടതും എല്ലാ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി, റെഡിയാകുന്ന പോലെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിടന്നു. അപ്പോഴും അച്ഛനും ഭയങ്കര വിഷമമായി. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്നു, ഐ വാണ്ട് ടു സേവ് യുവർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണമെങ്കിലും നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കും. അതിനിടയിൽ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചു. അവരൊക്കെ വീട്ടിൽ വന്ന് എന്നെ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഞാനിപ്പോൾ ചത്തുപോകുന്നുള്ള രീതിയിൽ എന്നെ നോക്കുന്നത്, ഭയങ്കര സിമ്പതിയോടുകൂടിയാണ് നോക്കുന്നത്. അവർ വന്ന് പ്രാർത്ഥിച്ചു, ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ തന്നു. എന്നാൽ അത് ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഒരാഴ്ചയോളം കിടന്നു. അതിനിടയിൽ തന്നെ മമ്മി ഈ കാര്യം പാസ്റ്ററിനെ വിളിച്ചറിയിച്ചു. ഞാൻ വിളിച്ച് മമ്മീനെ ധൈര്യപ്പെടുത്തിയെങ്കിലും മമ്മിയുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടായി. ഉടനെ പാസ്റ്ററിനെ വിളിച്ചറിയിച്ചു. പാസ്റ്റർ വീട്ടിൽ വന്നു, പാസ്റ്ററും അമ്മാമ്മയും വന്ന് പ്രാർത്ഥിച്ചു, ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ലേഡീസ് മീറ്റിംഗ് അന്ന് തന്നെ നടത്തി. അപ്പോഴ് എൻ്റെ റിസൾട്ടുകളെല്ലാം അച്ഛൻ തന്നെ പ്രിൻ്റ് എടുത്ത് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു, ഇമെയിൽ അയച്ചു കൊടുത്തു. അത് കയ്യിൽ വെച്ച് ഇവരെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് വേദന എടുക്കും. നമ്മൾ ബൈബിൾ പറയുന്നേ സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും അല്ലേ, ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥന. അതുപോലെ അവർക്ക് സംഭവിച്ചതുപോലെ അവർ വേദനിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയിട്ട്. ആ ഒരാഴ്ചയുടെ ഉണ്ടായിരുന്ന ആ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് കടലുകൾക്കപ്പുറത്ത് അത് എൻ്റെ ശരീരത്തിൽ അത് എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ അച്ഛൻ തീരുമാനിച്ചു ഇന്ത്യയിൽ കൊണ്ടുപോകാം. അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അപ്പം കൊണ്ടുപോകാൻ നേരം ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിൽ അച്ഛൻ ഓടാൻ തുടങ്ങി. അതിനിടയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസിൻ്റെ ഒരു ചെറിയ ട്യൂബ് കിട്ടി. അത് മേടിച്ച് അത് വായിൽ ഇങ്ങനെ ഇട്ട് തരും, ഒഴിച്ചൊഴിച്ച് ഒരു പേസ്റ്റ് പോലെ അത് വായിലോട്ട് ഇങ്ങനെ ഞെക്കി തരും. അത് ഞാൻ നുണയും. അതാണ് എൻ്റെ ഫുഡ്. അല്ലാതെ ഞാൻ കഴിക്കുന്നേ ഇല്ല. എനിക്ക് കഞ്ഞി കൊണ്ടുവന്ന് സൂപ്പ് കൊണ്ടുവന്ന് ഒന്നും വായിലോട്ട് ഇറക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കുക. ഇച്ചിരി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഛർദ്ദിക്കുന്ന സ്റ്റേജ്. അപ്പോൾ ഈ എന്തെങ്കിലും ശരീരത്തിലൂടെ ചെല്ലണമെന്നുള്ളതുകൊണ്ട് ഈ ഗ്ലൂക്കോസ് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾ നാട്ടിലെല്ലാവരെയും അറിയിച്ചു. നാട്ടിലെ പല ചർച്ചുകളിലേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥന പോയി. ഞാൻ കണ്ടിട്ട് കൂടി ഇല്ലാത്തവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എടുത്തു. കേൾക്കുമ്പോൾ എന്തൊരു വേദനയാണ്. 10-26 വയസ്സുള്ള കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വേദനിക്കുമല്ലോ. ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നാലും പാതിരാത്രിയാകുമ്പോൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചിണ്ടുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയും ദൈവം. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എത്ര പേരെ നീ ഒരുക്കിയിരുന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടി അത്രയ്ക്കും ഞാൻ എന്തുവാന്നൊക്കെ എനിക്ക് ആലോചിച്ചു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് എനിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റി. സാൻഡി കൊടുങ്കാറ്റൊക്കെ വരുന്നുണ്ട്, ഇപ്പം പ്ലെയിനൊന്നും എല്ലാം ക്യാൻസൽ ചെയ്യും എന്നുള്ള വാർത്തയൊക്കെ കേട്ടു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്ലെയിൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പ്ലെയിനും ക്യാൻസൽ ചെയ്തു. അല്ലേ മോളെ, അല്ലെ നീ ഇവിടെ വന്ന് എത്തത്തില്ല. എത്ര ആയിരക്കണക്കിന് ഫ്ലൈറ്റുകളാണ് ക്യാൻസലായി പോയത്. അപ്പോൾ അതിലും കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. നിന്റെ പ്ലെയിൻ ഗോഡ് മെയ്ഡ് ഇറ്റ് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് യുഎസ് അല്ലേ. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഭക്ഷണമൊന്നും വയറ്റിലേക്ക് ചെല്ലാത്ത കാരണം എനിക്ക് നടക്കാനൊന്നും മേലായിരുന്നു. അപ്പം ഇവിടെ എത്തുമ്പോഴേക്ക് വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ വീൽ ചെയറിലാണ് വരുന്നത്. വീൽ ചെയറിൽ എൻ്റെ ഛർദിലും കൂടെ ആയത് കാരണം കണ്ണൊക്കെ കുഴിഞ്ഞു, വായിച്ചോ ഇതൊക്കെ ചുങ്ങി, അങ്ങ് നിറമൊക്കെ മാറി, ചുണ്ടിൻ്റെ കളറൊക്കെ ഇതൊക്കെ മാറി, ഒരുതരം എന്തോ വേറൊരു കളറൊക്കെയാണ്. അതും കൂടെ ഞാൻ കണ്ണാടി കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇതിലെന്തോ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടെന്നുള്ള ഉറപ്പ് നല്ലപോലെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിവിടെ വന്നു. ഞാൻ വെളുപ്പിന് ഇവിടെ എത്തി. പാസ്റ്റർ പറഞ്ഞു നേരെ വീട്ടിലോട്ട് വന്നാൽ മതി, ആശുപത്രിയിലോട്ട് പോകണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തി. പാസ്റ്റർ ഉടനെ തന്നെ വന്ന് പാസ്റ്റർ അമ്മാമ്മയും വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം രാവിലെ ഭക്ഷണം കഴിച്ചു. എനിക്ക് അതുവരെ ഛർദിലും ഞാൻ ഇഡ്ഡലി ആയിരുന്നു തോന്നുന്നു കഴിച്ചത്. കഴിച്ചോ? എത്ര ഇഡ്ഡലി കഴിച്ചു? 3 എണ്ണം കഴിച്ചു. അങ്ങനെ എനിക്കത് കഴിക്കാനും പറ്റി. എനിക്ക് ഛർദിലും ഇല്ല, ഓരോ കുഴപ്പമില്ല. എന്നാൽ അച്ഛൻ വരുന്ന വഴി ഞാൻ കൂടുതൽ സമയം ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഇനി കഴിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് ഉറക്ക ഗുളികയും കൊണ്ട് തന്നിട്ട് എന്നെ കൊണ്ടുവന്നു. അങ്ങനെ അത്ര ഇതിൽ വന്നു. പക്ഷേ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അവിടെ വെച്ച് ചെക്ക് ചെയ്ത എല്ലാ ടെസ്റ്റുകളും ഇവിടെ തന്നെ ചെക്ക് ചെയ്ത് ഉടനെ തന്നെ അവർ പറഞ്ഞു ഇതിനകത്ത് ക്യാൻസർ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. വാട്ട് ആൻ അമേസിംഗ് ടെസ്റ്റിമണി അല്ലേ. ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളത്, യേശു ഇന്നും ജീവിക്കുന്നു.
അമേരിക്കയിൽ നമ്മൾ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റിന് സാധാരണ ഇവിടെ ചെയ്യാൻ പറ്റാതെ അമേരിക്കയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ എല്ലാ ലേറ്റസ്റ്റ് ടെസ്റ്റിങ്സ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും ഫർദർ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ടിൻറ്റുവിനെ മടക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഏത് ഇന്ത്യയിലെയോ അമേരിക്കയിലെയോ ഏത് ഡോക്ടേഴ്സിനേക്കാൾ വലിയൊരു ഡോക്ടറാണ് യേശു ക്രിസ്തു. താൻ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അപ്പോൾ ആ വലിയ ഡോക്ടർ, സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ, യാതൊരു മരുന്നും കൂടാതെ യാതൊരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിൻ്റെ ഒരു പൈതൽ, അവൾ വേറെ ഒന്നും ചെയ്തില്ല. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാവുണ്ട് ഏറ്റു പറഞ്ഞു, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ഒരു ദൈവപൈതലിന് വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന വേദനയുടെ മധ്യത്തിൽ യേശുവോട് ഇറങ്ങി വന്നു. ഈ പ്ലെയിനുകളെല്ലാം ക്യാൻസലാകുന്നതിന് മുമ്പ് ടിൻറ്റുവിൻ്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റതെല്ലാം ക്യാൻസലായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ, യു ആർ വെരി സ്പെഷ്യൽ. നീ ഒരു ദൈവപൈതലാണോ? നീ ഇന്ന് ഒരു ദൈവപൈതലായിട്ടില്ലേ? അങ്ങനെയാണ് ഈ പ്രിവിലേജസ് ഒന്നും നമുക്ക് വേണ്ടേ. നിങ്ങൾ അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. യേശുവിനെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ പൈതലായി തീർന്നാൽ പിന്നെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ കർത്താവായി ഏറ്റെടുക്കുന്നത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, നമുക്ക് വേണ്ടി കരുന്നവൻ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ, അതല്ലേ ഈ ടിൻറ്റുവിൻ്റെ അനുഭവം പറയുന്നത്. പ്രാർത്ഥന. ഇവിടെ താൻ ഫോൺ വിളിച്ച് മാതാവിനോട് പറയുന്ന സമയം അവരുടെ ഭവനത്തിൽ ഒരു പ്രെയർ ഫെലോഷിപ്പ് നടക്കുക. സഹോദരിമാരെല്ലാം കൂടി ഇത് പ്രാർത്ഥിക്കുക. സഭയായിട്ട് അവർ ഈ വിഷയം ഏറ്റെടുത്തു. ഒരു മനസ്സോടെ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, വലിയ വിഷയങ്ങൾ വന്ന സമയങ്ങളിലെല്ലാം ശിഷ്യന്മാർ ഒരു മനസ്സോടെ നിലവിളിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. സഭ ഒന്നടക്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഥകളിലൊരു മുട്ട കഥ തന്നപ്പോൾ പത്രോസ് 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും എല്ലാം കടന്ന് സ്വർഗത്തിലെ ദൂതൻ പത്രോസിനെ അവിടെ കൊണ്ട് നിർത്തി. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത വിഷയങ്ങളില്ല. വിശ്വാസത്തോടുകൂടെ ടിൻറ്റു പറഞ്ഞു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. നമ്മുടെ കർത്താവ് കണ്ണുനീര് കണ്ട് മറികടക്കാത്ത ദൈവമാണ്. എവിടെയെല്ലാം ഒരു സഹോദരി കരഞ്ഞിട്ടുണ്ട്, അവിടെയെല്ലാം യേശു നിന്നിട്ടുണ്ട്. നിൻ്റെ ആവശ്യം എന്താണ്? അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ടെസ്റ്റിമണിയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തെന്നാൽ യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്കവൻ സൗഖ്യം തന്നിരിക്കുക. അടിപ്പിണരിൽ കർത്താവ് ഏറ്റപ്പോൾ അതിനകത്ത് എല്ലാ രോഗവും, അതിനകത്ത് നിങ്ങളുടെ ജലദോഷം തൊട്ട് ക്യാൻസർ വരെയുള്ള സകല രോഗവും യേശു തൻ്റെ മേൽ ചുമന്ന് വിളിച്ചു. യേശുവിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ തക്കവണ്ണം ഇന്നും യേശു ജീവിക്കുന്നു എന്ന് ലോകം കാണുവാൻ തക്കവണ്ണം അവിടെ ദൈവാത്മാവ് ടിൻറ്റുവിനോട് തന്നെ തൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ഉറപ്പ് കൊടുത്തു. ഇതൊരു സാക്ഷ്യത്തിന് വേണ്ടി. താൻ പറഞ്ഞു, കർത്താവെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കണം, ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ സാക്ഷ്യത്തിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്നു കൊണ്ട് ഈ സാക്ഷ്യം പറയാനാണ് ടിൻറ്റുവിനെ കർത്താവ് സൗഖ്യമാക്കിയത്. നിശ്ചയമായും ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ കരം ആ കുട്ടിയിൽ പ്രവർത്തിച്ചു. ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിന് ടിൻറ്റു മടങ്ങി ഷിക്കാഗോയ്ക്ക് പോവുക. അപ്പം അതിനു മുമ്പ് ഇങ്ങനെ ഇവിടെ കടന്നു വരുവാനും നിങ്ങളോടെല്ലാം തൻ്റെ ഈ ടെസ്റ്റ് മണി പറയാനും ദിസ് വാസ് ഗോഡ്സ് പെർഫെക്റ്റ് വിൽ എന്ന് പറഞ്ഞാൽ, ഇതുപോലെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവരെ, യു മൈറ്റ് ബി ഡയഗ്നൈസ്ഡ് ക്യാൻസർ നൗ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പം ഹോസ്പിറ്റൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ടിൻറ്റു കിടന്ന പോലെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ കഴിയാതെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടെയാണ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞത്. ഒന്നും കഴിക്കാൻ വയ്യാതെ വെറും ഗ്ലൂക്കോസോ ട്രിപ്പോ ഇട്ട് വൊമിറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ലോകം പറഞ്ഞ് വിധി എഴുതി കാണാം, യു ഡോണ്ട് ഹാവ് എനി ഹോപ്പ്, നിങ്ങൾക്കൊന്നുമില്ല ഇനി മുമ്പോട്ട് പ്രത്യാശയ്ക്ക് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം. എന്നാൽ ഇതാ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നൊരു ടിൻറ്റു. ആ ടെസ്റ്റിമണി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാൻ കഴിയും. നിങ്ങൾ കർത്താവിനെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഭാരം അവങ്കിലേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയുമോ? അവനെ കഷ്ടകാൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയും നീ എന്നെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ നിനക്ക് ഉത്തരം അരുളുകയും ചെയ്യും. ആർക്കാ ഉത്തരം അരുളുന്നത്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനെ നീങ്കിൽ പാർക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് അവരുത്തരം അരുളുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെയും നിങ്ങൾ ആ സർവശക്തൻ്റെ നേരിൽ വന്നിട്ടില്ല എങ്കിൽ,
ആ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വേദനയോടെ നെടുവേർപ്പെട്ട് നിങ്ങൾ കരയെ മാത്രമല്ല ഈ സമയം ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. ചിന്തുവിനെ വിടുവിച്ച യേശുവേ, നീ ഇന്നും ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, എന്നെയും അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ. ഈ അരിഷ്ടാവസ്ഥയിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന്, മരണത്തെ മുഖാമുഖമായി കാണുന്നതിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ചിന്തുവിനെ വിടുവിച്ച കർത്താവേ, എന്നെയും വിടുവിക്കണേ എന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹീസ് റൈറ്റ്സ് ദയർ ബിസൈഡ് യു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹനിധിയായ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷകളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം ബെഥസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481-243-0329, 653-3329. മൊബൈൽ നമ്പർ 9447578202. ഇമെയിൽ mariamathampi@yahoo.com. അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇതേ സമയം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.